ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, മിത്രങ്ങളെ, നമസ്കാരം. മനുഷ്യൻ്റെ ഏത് കാര്യത്തിനും പ്രശ്നചിന്തയ്ക്കുള്ള വകുപ്പുകൾ പ്രശ്നകാരികൾക്കുണ്ട്. എങ്കിലും പ്രധാനമായും ജ്യോത്സ്യന്മാർക്ക് വിഷയമായി വരുന്നവ ഏതെല്ലാമെന്ന് നോക്കാം. ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഇഷ്ടം പോലെ ചികിത്സാലയങ്ങളും ചികിത്സകരും ഉള്ളതുകൊണ്ട് ഈ കാലത്ത് രോഗചിന്തയുമായി പ്രശ്നകാരികളെ സമീപിക്കുന്നവർ വളരെ കുറവാണ്. ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥയിൽ അപൂർവം ചിലർ ജ്യോത്സ്യരെ കാണാൻ പോകാറുണ്ട്. തീരെ അവശനിലയിൽ അനേക നാൾ മരിക്കാതെ കിടക്കുന്ന രോഗി എന്താണ് മരിക്കാത്തത്, എപ്പോൾ മരിക്കും എന്നും മറ്റും അറിയാൻ രോഗിയുടെ മക്കളും ബന്ധുക്കളും ജ്യോത്സ്യനെ കാണാൻ പോകാറുണ്ട്. എന്നല്ലാതെ രോഗപ്രശ്നം എന്ന ഒരു പ്രശ്നം ഈ കാലത്ത് നടക്കാറില്ല. എന്നാൽ കുടുംബപ്രശ്നം എന്ന ഒരു പ്രശ്നമുണ്ട്. പിതൃക്കളുടെ കോപം, ശത്രുബാധ, പരദേവതാകോപം, ബാധോപദ്രവങ്ങൾ, ആഭിചാര പ്രവൃത്തികൾ എന്നിങ്ങനെ പല ഉപവകുപ്പുകളും ഉൾപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ് കുടുംബപ്രശ്നം. കുടുംബത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ, വിവാഹം നടക്കായിക, സന്താനം ജനിക്കായിക മുതലായ കാര്യങ്ങളാണ് മനുഷ്യരെ കുടുംബപ്രശ്നം എന്ന പ്രശ്നവുമായി ജ്യോത്സ്യരെ സമീപിക്കാൻ വേണ്ടി പ്രധാനമായും പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിക്കാനായി ഒരു കുടുംബവും അവരോടൊപ്പം ഒരു ജ്യോതിഷിയും എത്തി. ജ്യോതിഷി ഗുരുവിനോട് ഇവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. ഗുരുദേവൻ അയാളോട് അതിന് കാരണമെന്താണ് എന്ന് ചോദിച്ചു. അതിന് കാരണം പിതൃക്കളുടെ അനിഷ്ടം ആണെന്ന് ജ്യോതിഷി പറഞ്ഞു. അതിനെന്താണ് പരിഹാരം എന്ന് ഗുരു ചോദിച്ചു. തിലഹോമം നടത്തിയാൽ മതി എന്ന് അയാൾ മറുപടിയും പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ അയാളോട് പുനർജന്മമുണ്ടോ എന്ന് ചോദിച്ചു. ജ്യോതിഷി ഉണ്ട് എന്ന് ഉത്തരം നൽകി. അങ്ങനെയെങ്കിൽ പിതൃക്കൾ എങ്ങനെ ഉണ്ടാകും എന്ന് ഗുരു ചോദിച്ചു. അതിന് മറുപടി ഉണ്ടായില്ല. ഗുരുദേവൻ പറഞ്ഞു, ഇവർക്ക് സന്താനമുണ്ടാകാനുള്ള സമയമായില്ല. 1 വർഷം കഴിയുമ്പോൾ സമയമാകും, കുട്ടി ജനിക്കും. 1 വർഷം കഴിഞ്ഞ് അവർക്ക് കുട്ടി ജനിച്ചതായും പറയപ്പെടുന്നു. വിവാഹയോഗം, സന്താനഭാഗ്യം ഇവ ഉള്ളവർക്ക് അതിൻ്റേതായ സമയത്ത് അതൊക്കെ നടക്കും. അതിനുവേണ്ടി ഹോമവും പൂജയും ഒന്നും നടത്തേണ്ടതില്ല. അതിനുള്ള യോഗവും ഭാഗ്യവും ഇല്ലെങ്കിൽ എന്ത് കർമ്മം ചെയ്താലും ഒന്നും നടക്കുകയും ഇല്ല. ഇനി ശത്രുദോഷവും കൂടോത്രവും കണ്ടുപിടിക്കുകയും പരിഹരിക്കുകയും ചെയ്ത ഒരു സംഭവം പറയാം. അല്പകാലം മുമ്പ് ഇവിടെ അടുത്ത ഒരു സ്ഥലത്ത് നടന്ന സംഭവമാണ്. അയൽക്കാരായ 2 വ്യക്തികൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞു വഴക്കുണ്ടാകുക പതിവാണ്. ഒരിക്കൽ ഒരുവൻ മറ്റൊരുവന് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന് തീരുമാനിച്ചു. അയാൾ ഓർത്തു, തൻ്റെ ശത്രുവായ അയൽക്കാരൻ ഒരു അന്ധവിശ്വാസിയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഒരു പണി കൊടുത്താൽ ഏൽക്കും എന്ന് തോന്നി. അല്പം സിന്ദൂരം, അല്പം ഭസ്മം, 5-6 പകുതി കത്തിയ ചന്ദനത്തിരി, കുറച്ച് പൂക്കൾ, കത്തിച്ചിട്ട് കെടുത്തിയ അല്പം കർപ്പൂരം, ഇതെല്ലാം ഒരു ഇലയിൽ പൊതിഞ്ഞു കെട്ടി രാത്രിയിൽ ശത്രുവായ അയൽക്കാരൻ്റെ വീട്ടുപടിക്കൽ കൊണ്ടുപോയി വച്ചു. പിറ്റേ ദിവസം രാവിലെ വീട്ടുകാരൻ പുറത്തേക്കിറങ്ങിയപ്പോൾ തൻ്റെ വീട്ടുപടിക്കൽ കിടക്കുന്ന പൊതി കണ്ടു. അഴിച്ചു നോക്കി. ഉടൻ തന്നെ അയാൾ കുളിച്ച് വസ്ത്രം മാറി എവിടേക്കോ പോയി. എങ്ങോ ഉള്ള ഒരു ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം വെപ്പിച്ചു.
ജ്യോത്സ്യൻ കൂടോത്രത്തിൻ്റെ ദോഷം ഏൽക്കാതിരിക്കുന്നതിനും ശത്രു ചെയ്ത ആഭിചാരകർമ്മങ്ങൾ നിഷ്ഫലമാകുന്നതിനും സ്ഥലരക്ഷയ്ക്കും വേണ്ടതായ കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രശ്നച്ചാർത്ത് നൽകി ദക്ഷിണയും വാങ്ങി. ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വിദഗ്ധനായ ഒരു കർമ്മിയെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. വീട്ടുകാരൻ ആ ആഴ്ചയിൽ തന്നെ കർമ്മിയെ വീട്ടിൽ വരുത്തി ജ്യോത്സ്യൻ വിധിച്ച പ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം നടത്തി കുറേ പണവും ചിലവാക്കി. ഇതെല്ലാം ചിലവാക്കി സമാധാനചിത്തനായി. ഇതെല്ലാം കൗതുകത്തോടെ വീക്ഷിച്ചു കൊണ്ടിരുന്ന അയൽക്കാരൻ തൻ്റെ ഉദ്ദേശം ഫലിച്ചതിൽ അതീവ സന്തുഷ്ടനും ആയി. ഒരു പ്രശ്നവും ഇല്ലാത്തിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായതിനാലാവാം ഈ തരം ജ്യോത്സ്യന്മാരെ പ്രശ്നകാരികൾ എന്ന് വിളിക്കുന്നത്. നമസ്കാരം.